രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംസ്ഥാനത്തെ ആദ്യത്തെ ബലിദാനി വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിൽ സന്ദർശനം നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിൽ ധീര ബലിദാനി വാടിക്കൽ രാമകൃഷ്ണന്റെ വസതിയിൽ സന്ദർശനം നടത്തുകയാണ്. രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് സദാനന്ദൻ മാസ്റ്റർ ഇന്നലെ കണ്ണൂരിലെത്തിയത്. കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിൽ തലശ്ശേരിയിൽ വലിയ സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും സി സദാനന്ദൻ മാസ്റ്റർക്ക് നൽകിയത്. ഇപ്പോൾ അദ്ദേഹം വാടിക്കൽ രാമകൃഷ്ണന്റെ വീട് സന്ദർശിക്കുകയാണ്. CPM അരിംകൊല ചെയ്ത വാടിക്കൽ രാമകൃഷ്ണൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതക കേസ് കേരളം ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും CPMന്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബലിദാനി ആയിട്ടാണ് വാടിക്കൽ രാമകൃഷ്ണൻ, കണ്ണൂർ ജില്ലയിലെ ആദ്യ ബലിദാനികളിൽ ഒരാളായിട്ടാണ് വാടിക്കൽ രാമകൃഷ്ണൻ അറിയപ്പെടുന്നത്. വാടിക്കൽ രാമകൃഷ്ണന്റെ വസതിയാണ് സി സദാനന്ദൻ മാസ്റ്റർ സന്ദർശിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, സദാനന്ദൻ മാസ്റ്റർ ഇപ്പോൾ വാടിക്കൽ രാമകൃഷ്ണന്റെ വസതി സന്ദർശിക്കുകയാണ്. മറ്റു വിവരങ്ങൾ കൂടി. KP നമുക്കറിയാം, സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ബലിദാനി വാടിക്കൽ രാമകൃഷ്ണൻ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായ ഒരു കേസ് കൂടിയായിരുന്നു വാടിക്കൽ രാമകൃഷ്ണന്റെ ഒരു കൊലപാതകം. കണ്ണൂർ ജില്ലയിൽ രാജ്യസഭ MP ആയതിനു ശേഷം കണ്ണൂർ എത്തിയതാണ് സദാനന്ദൻ മാസ്റ്റർ. അദ്ദേഹം ബലിദാനികളുടെ വീടുകളും അതുപോലെ തന്നെ സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കളെയും ഒക്കെ തന്നെ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. വാടിക്കൽ രാമകൃഷ്ണന്റെ പത്നിയോട് ആശ്ലേഷിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയാണ് സദാനന്ദൻ മാസ്റ്റർ. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഈ വീട്ടിലേക്ക് എത്തിയത്. എത്തിയ സമയത്ത് കുടുംബാംഗങ്ങൾ ആരതി ഒഴിഞ്ഞാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അദ്ദേഹം വാടിക്കൽ രാമകൃഷ്ണന്റെ പത്നിയുടെ അനുഗ്രഹം തേടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രവർത്തകരെ സംബന്ധിച്ചായാലും ബലിദാനികളെ സംബന്ധിച്ചായാലും എത്രത്തോളം പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും കണ്ണൂർ ജില്ലയിലെ സംഘടനയ്ക്കായി ജീവനും ജീവിതവും അർപ്പിച്ച ഓരോരുത്തരെയും നേരിൽ കണ്ട് അനുഗ്രഹങ്ങൾ തേടാൻ തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ആദ്യത്തെ ബലിദാനിയായ വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിലെത്തിയതും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിരിക്കുന്നത്. KP രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ CPM ആക്രമണത്തിൽ ബലിദാനിയായ വാടിക്കൽ രാമകൃഷ്ണന്റെ വീട് സന്ദർശിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിചേർക്കപ്പെട്ട കണ്ണൂരിലെ ആദ്യത്തെ കേസാണ് വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതക കേസ്. മിഥുൻ, ഇപ്പോൾ കുടുംബാംഗങ്ങളെ അദ്ദേഹം കാണുകയാണ്, അവരുമായി സംസാരിക്കുകയാണ്. മറ്റേതൊക്കെ നേതാക്കളാണ് സി സദാനന്ദൻ മാസ്റ്റർക്കൊപ്പമുള്ളത്? KP ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം BJPയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി, അതുപോലെ തന്നെ BJP കൺമുൻ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ്, തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ലിജേഷ് തുടങ്ങി നേതാക്കന്മാരൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. വാടിക്കൽ രാമകൃഷ്ണന്റെ സഹോദരന്മാരോടും അതുപോലെ തന്നെ വാടിക്കൽ രാമകൃഷ്ണന്റെ പത്നിയോടും ഒക്കെ തന്നെ അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ അനുഗ്രഹം തേടിയിരിക്കുകയാണ്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ തന്നെ വിശേഷിച്ച കണ്ണൂരിനെ സംബന്ധിച്ച് ഒരു അക്രമ രാഷ്ട്രീയത്തിലേക്ക് കണ്ണൂരിനെ തള്ളിവിട്ടതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം. അന്ന് ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ ആൾ തന്നെയാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ആ കേസിൽ പ്രതിയായിരുന്നു. അതായത് സംസ്ഥാനത്തിന് ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം, ആ രാഷ്ട്രീയ കൊലപാതകം തുടങ്ങി വെച്ച ആൾ
ആൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെയാണ് കണ്ണൂരിൽ നിന്ന് അതേ രാഷ്ട്രീയ അക്രമത്തിൻ്റെ ഇരയായ ഒരാൾ പാർലമെൻറ്റിലേക്ക് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് നടന്നു കയറിയത് എന്നുള്ളൊരു ചരിത്ര നിയോഗം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ രാജ്യസഭാ എം പി ആയതിനു ശേഷം ആദ്യമായി കണ്ണൂർ ജില്ലയിൽ എത്തിയതാണ്. അന്ന് ആ സമയത്ത് വലിയൊരു സ്വീകരണമാണ് സദാനന്ദൻ മാസ്റ്റർക്ക് കണ്ണൂരിൽ പാർട്ടി പ്രവർത്തകർ നൽകിയത്. മാത്രമല്ല അദ്ദേഹത്തിനെ ആക്രമിച്ച അതേ ഉരുവാച്ചാൽ നഗരത്തിലേക്ക് ആയിരങ്ങളുടെ കരഘോഷവും മുദ്രാവാക്യം വിളികളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നലെ എത്തിയത്. ഇതിലും കണ്ണൂർ ജില്ലയിലെ BJP പ്രവർത്തകരെ സംബന്ധിച്ചൊരു അഭിമാനകരമായ ഒരു നിമിഷത്തിനാണ് കഴിഞ്ഞ ദിവസം വേദിയായത്. അതിൻ്റെ തുടർച്ചയോടൊന്നും തന്നെയാണ് തൻ്റെ പ്രവർത്തന അല്ലെങ്കിൽ പോരാട്ട ജീവിതത്തിൽ തനിക്ക് പിന്തുണയായ ആളുകളെ നേരിട്ട് കണ്ട് അവരുടെ അനുഗ്രഹം തേടാനുള്ള സദാനന്ദൻ മാസ്റ്ററുടെ ശ്രമം. അതിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സദാനന്ദൻ മാസ്റ്റർ ഇന്നിപ്പോൾ വാടിക്കൽ രാമകൃഷ്ണൻ്റെ വീട്ടിലേക്ക് എത്തുകയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ അനുഗ്രഹം തേടുകയും ചെയ്തിരിക്കുന്നത്. ഇന്നും വരും ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിലെ മുതിർന്ന സംഘകാര്യകർത്താക്കളെയും അതുപോലെ തന്നെ ബലിദാനികളുടെ വീടും സന്ദർശിച്ച് തൻ്റെ പോരാട്ട വഴിയിൽ ഊർജം സംഭരിക്കുക കൂടിയാണ് സദാനന്ദൻ മാസ്റ്റർ ചെയ്യുന്നത്. KP മിഥുൻ പറഞ്ഞതുപോലെ തന്നെ സദാനന്ദ മാസ്റ്റർ വാടിക്കൽ രാമകൃഷ്ണന്റെ വസതി സന്ദർശിക്കുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിചേർക്കപ്പെട്ട ഒരു കേസാണ് കണ്ണൂർ ജില്ലയിലെ തന്നെ ആദ്യത്തെ കൊലപാതക രാഷ്ട്രീയ കേസ്. കാരണം കൊലപാതക രാഷ്ട്രീയത്തിന് CPM നേതൃത്വം തുടക്കം കുറിച്ചത് തന്നെ ഈ വാടിക്കൽ രാമകൃഷ്ണനെ കൊല ചെയ്തുകൊണ്ടാണ്, അതും കൊല ചെയ്തുകൊണ്ടാണ്. അതിനുശേഷം എത്രയോ RSS BJP പ്രവർത്തകരെയാണ് CPM അവിടെ കൊല ചെയ്തത്. അത് കേരള രാഷ്ട്രീയം ഒന്നാകെ ചർച്ച ചെയ്തതുമാണ്. ഈ അടുത്ത കാലത്താണ് ഈയിടെയാണ് സദാനന്ദൻ മാസ്റ്റർ MP ആയി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം CPMൻ്റെ V ജയരാജൻ്റെ ഭാഗത്തിനടക്കം വലിയ ഭീഷണി സ്വരങ്ങളും ഉയർന്നത്. കാരണം CPM നേതാക്കളൊന്നാകെ സദാനന്ദൻ മാസ്റ്റർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഈ ഒരു സന്ദർശനത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ടല്ലേ മിഥുൻ? തീർച്ചയായും ആ ഒരു പ്രാധാന്യം തന്നെയാണുള്ളത്. കാരണം ഒരു ചരിത്രപരമായ പ്രാധാന്യം കൂടിയുണ്ട്. കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ആ ഇരയുടെ വീട്ടിലേക്ക് തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ. അത്തരമൊരാൾ ഒരു നിയോഗം തന്നെ തേടി എത്തുമ്പോൾ ആ നിയോഗത്തിനൊപ്പം അതിന് കാരണക്കാരായ അല്ലെങ്കിൽ അതിന് പ്രചോദനമായ ആളുകളെയൊക്കെ തേടിയെത്തുക എന്നുള്ളൊരു സ്വാഭാവികമായൊരു നടപടിയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം വാടിക്കൽ രാമകൃഷ്ണൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ സംസാരം കഴിഞ്ഞതിന് ശേഷം സദാനന്ദൻ മാസ്റ്ററുടെ പ്രതികരണം ഉൾപ്പെടെ തേടുന്ന കാര്യങ്ങളിലേക്ക് കടക്കുവാനും സാധിക്കും. അതിലും വരും ദിവസങ്ങളിലും കണ്ണൂർ ജില്ലയിലെ പ്രധാന രക്തസാക്ഷികളുടെ ഒക്കെ തന്നെ വീട്ടിൽ അദ്ദേഹം എത്തും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം 87ഓളം രക്തസാക്ഷികളുള്ളൊരു ജില്ലയാണ് കണ്ണൂർ. അതായത് സംഘടനയ്ക്കായി ജീവനും ജീവിതവും സമർപ്പിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു ജില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ബലിദാനികളുടെ ഓരോരുത്തരുടെയും വീടുകൾ തേടി അവരുടെ കുടുംബാംഗങ്ങളുടെ അനുഗ്രഹം തേടിക്കൊണ്ട് തൻ്റെ പ്രയാണം ആരംഭിക്കുന്നത്. KP മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വാടിക്കൽ രാമകൃഷ്ണൻ്റെ വസതി സന്ദർശിക്കുന്നു. ഇപ്പോൾ CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ജീവിക്കുന്ന ഒരു തെളിവ് തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ. ആ സദാനന്ദൻ മാസ്റ്ററിനെ കാലുകൾ വെട്ടിയ കൊല ചെയ്യാൻ തുനിഞ്ഞ ആ ഒരു CPM പ്രവർത്തകരെയാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത്. അത് തന്നെയാണ് CPM നേതാക്കളെ പ്രകോപിതരാക്കിയതും വീണ്ടും സദാനന്ദൻ മാസ്റ്റർക്കെതിരെ തിരിയാൻ കാരണമായതും. ഈ സദാനന്ദൻ മാസ്റ്റർ തന്നെയാണ് ഇപ്പോൾ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന കണ്ണൂർ ജില്ലയിലെ അടുത്ത ബലിദാനികളിൽ ഒരാളുടെ വസതി സന്ദർശിക്കുന്നത്. പിണറായി വിജയൻ പ്രതിചേർക്കപ്പെട്ട ആ ഒരു രാമകൃഷ്ണൻ കൊലപാതക കേസിൽ അദ്ദേഹത്തിൻ്റെ വാടിക്കൽ രാമകൃഷ്ണൻ്റെ ഭാര്യ, സഹോദരങ്ങൾ എന്നിവരെ സന്ദർശിക്കുകയും ചെയ്യുന്നത്. ഇനിയും കണ്ണൂർ ജില്ലയിലെ ബലിദാനികളുടെ വസതികൾ, വീടുകൾ കഴിയുന്നത്രയും സന്ദർശിച്ച് ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും അവരുടെ അനുഗ്രഹം തേടാനും തന്നെയാണ് മാസ്റ്ററുടെ തീരുമാനം, അല്ലേ?
തീർച്ചയായും ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, സംഘടനയ്ക്കായി ജീവനും ജീവിതവും അർപ്പിച്ച ആളുകൾ തന്നെയാണ് ഈ സംഘടനയെ മുന്നോട്ട് നയിച്ചതും ഇന്നീ കാണുന്ന നേട്ടത്തിലേക്കൊക്കെ പാലമായതും അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടല്ലാതെ ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല. ആ ഒരു പാരമ്പര്യം തന്നെയാണ് സംഘടന മുൻകാലങ്ങളിലൊക്കെ തന്നെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നതും. ഏതായാലും വരും ദിവസങ്ങളിലും സംഘടനയെ സംബന്ധിച്ച് എല്ലാ രക്തസാക്ഷികളും അല്ലെങ്കിൽ എല്ലാ ബലിദാനികളും വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. കാരണം സംഘടനയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കുക എന്നത് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അവർക്ക് വേണ്ടി ജീവിതം ത്യജിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഓരോ ബലിദാനികളെയും കണ്ട് അവരുടെ അനുഗ്രഹം തേടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ രാജ്യസഭാ MP കൂടിയായ സദാനന്ദൻ മാസ്റ്റർ തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇന്ന് അദ്ദേഹം ഈ ഒരു വീട്ടിലേക്ക് എത്തുകയും ചെയ്ത് നമുക്ക് സദാനന്ദൻ മാസ്റ്ററുടെ പ്രതികരണം തേടാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ തിരക്കിലാണെന്ന് അറിയാം. എന്നാലും സംഘത്തിൻ്റെ മുതിർന്ന എന്താണ് നമ്മുടെ ബിരിയാണികളെ സംബന്ധിച്ച് സംഘടനയുടെ ജീവനാഡി എന്ന് പറയുന്നത് അവർ തന്നെയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ച് ഈ സമാജസേവ എന്നുള്ള വ്രതം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ആദ്യകാലത്തൊക്കെ സംഘത്തിൻ്റെ പ്രവർത്തനത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിനെ വക്രീകരിച്ച് ജനസമക്ഷം അവതരിപ്പിച്ച് ഒരു വെറുക്കപ്പെട്ട പ്രസ്ഥാനമാണ് സംഘം എന്ന് വരുത്തി തീർക്കാനാണ് എതിരാളികൾ ശ്രമിച്ചത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ സമൂഹത്തിൽ ജീവിക്കാൻ അർഹരല്ല, ഇവരെ അവസാനിപ്പിച്ച് കളയണം എന്നുള്ള നിലയ്ക്ക് സംഘടിതമായി സംഘകാര്യകർത്താക്കന്മാരായി രംഗത്ത് വരുന്ന ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ആ പരമ്പരയിലെ ആദ്യത്തെ പേരാണ് വാടിക്കൽ രാമകൃഷ്ണൻ എന്നുള്ളത്. ഇപ്പം രാമകൃഷ്ണേട്ടൻ്റെ സ്മരണ തീർച്ചയായിട്ടും അദ്ദേഹം ജീവൻ വെടിഞ്ഞത് ഒരു മഹത്തായ ആശയത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ പന്ഥാവിലാണ്. അപ്പം ആ വഴിയിലൂടെ പിന്തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തകരെ സംബന്ധിച്ച് ഒരാദർശ ദീപമായിട്ടാണ് വാടിക്കൽ രാമകൃഷ്ണേട്ടനെ പോലെയുള്ള ആ പരമ്പരയിൽപ്പെട്ട മുഴുവൻ കാര്യകർത്താക്കളെയും കാണുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റെടുത്ത ദൗത്യത്തിൻ്റെ പൂർത്തീകരണം സംഘത്തിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് പ്രേരണയേകുന്ന പ്രാർത്ഥനാ മന്ത്രമുണ്ട്. നിരവധി പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ഈ ലക്ഷ്യ സാക്ഷാത്കാരമാണ് ജീവിതം എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ മുൻപേ നടന്ന് വഴി കാണിച്ചവരാണ് ബലിദാനികൾ. അതിലാദ്യ പേരുകാരനാണ് വാടിക്കൽ രാമകൃഷ്ണേട്ടൻ്റേത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകളുടെ അവരുടെ സ്മൃതി നിലനിൽക്കുന്ന വീടുകളിൽ, സ്മൃതി കുടീരങ്ങളിൽ സന്ദർശിക്കുക, അതിൽ നിന്ന് ആത്മവിശ്വാസം ഉൾക്കൊള്ളുക, ലക്ഷ്യബോധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക എന്ന രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബലിദാനികളായ സഹോദരങ്ങളുടെ വീടുകളിൽ സന്ദർശിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രഥമ പരിഗണന. അപ്പം കൊലപ്പെടുത്തി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച ആളുകളുടെ മുന്നിൽ കൂടിയാണ് ഈ സംഘടന ഇപ്പോൾ 100ാം പിറന്നാളിലേക്ക് കൂടി എത്താൻ വേണ്ടി പോകുന്നത്. അപ്പം ആ ഒരു സാഹചര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതല്ല. കാരണം ഇത് കൊന്ന് ഇല്ലാതാക്കാൻ കഴിയുന്നൊരു സംഘടനയല്ല എന്നൊരു ബോധ്യപ്പെടുത്തൽ കൂടിയല്ലേ? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭാരതത്തിൻ്റെ തനത് വിശ്വാസ പ്രമാണമനുസരിച്ച് ആത്മാവ് എന്നൊരു കാര്യമുണ്ടല്ലോ. ആത്മാവാണ് നമ്മെ നയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആത്മാവിനെ നശിപ്പിക്കാൻ ഭൗതിക ദേഹത്തെ അപകടപ്പെടുത്താം, അംഗഭംഗമുള്ളതാക്കി മാറ്റാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ സ്ഫുരിക്കുന്ന, അതിനെ പ്രകാശിപ്പിക്കുന്ന ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയില്ല. ആ ആത്മാക്കൾ ഇന്ന് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ആത്മാക്കളെ മുഴുവൻ ആവാഹിച്ചെടുത്തുകൊണ്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കൾ, ഇന്നലെ പ്രവർത്തിച്ച കാര്യകർത്താക്കൾ, ഇനി നാളെ പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെടുന്നവരൊക്കെ ഇതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രവർത്തകനെയോ കാര്യകർത്താവിനെയോ കൊലപ്പെടുത്തുന്നതിലൂടെ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ കഴിയും എന്ന മൂഢവിശ്വാസം സംഘ സ്വയംസേവകരെ സംബന്ധിച്ച് ഒരിക്കലുമില്ല. ഒരുപക്ഷെ അവർക്കുണ്ടാകാം, ശാരീരികമായി ഇല്ലാതെ ആക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാം എന്നുള്ളത്. അതങ്ങനെയല്ലെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശാരീരികമായി ഉന്മൂലനം ചെയ്തുകൊണ്ട് അവരുടെ ശരീരശേഷി ഇല്ലാതെയാക്കിക്കൊണ്ട് പ്രസ്ഥാനത്തെ തടയാൻ കഴിയും എന്നുള്ളതിന് കഴിയില്ല എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കാര്യകർത്താക്കളും. അതുകൊണ്ട് ആ ഒരു രീതി ശരിയല്ലെന്ന് കാലവും തെളിയിച്ചു. അവർക്കും ആരാണോ അതിനുവേണ്ടി പരിശ്രമിച്ചത് അവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
പക്ഷേ ഈ കേസിൽ പ്രതിയായിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു കാലത്തിൻ്റെ കാവ്യനീതി എന്ന പോലെ ആ മാഷ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും MP ആയിട്ട് തന്നെ ഈ വീട്ടിലേക്ക് വരികയും. തീർച്ചയായിട്ടും രാമകൃഷ്ണേട്ടൻ്റെ കൊലപാതക കേസിലെ ഒന്നാം പ്രതി തന്നെയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി. അത് സാങ്കേതികമായി കോടതിയിൽ ഒരുപക്ഷെ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന അവരുടെ സർക്കാരിൻ്റെ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ സ്വാധീനം കൊണ്ടൊക്കെ കേസിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും ആ കറ ഇപ്പോഴും ആ പാർട്ടിയെയും പാർട്ടിയെ നയിച്ചിരുന്ന നേതാവിനെയും ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. വ്യക്തിയെ നശിപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചു.